ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്പൈസി ആയിട്ടുള്ളൊരു കപ്പ ഉലർത്തുണ്ടാക്കാം. കപ്പ ഞാൻ ശരിക്കും കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് ശരിക്കും വേവിച്ചെടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10-15 ചുമന്നുള്ളി എടുക്കാം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 5-8-10 വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഉള്ളിയും മുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചതച്ച് വെച്ച ഉള്ളി മുളകെല്ലാം ഇട്ട് കൊടുക്കാം. ശരിക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ശരിക്കും വഴറ്റണം. മഞ്ഞൾപ്പൊടിയുടെ കുത്ത് മാറുന്ന വരെ വഴറ്റുക. പൊടികളൊക്കെ ഇടുമ്പോൾ തീ കുറച്ചിടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഞാനിവിടെ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണിത്. അതും കുറച്ച് നേരം വഴറ്റാം. ഇനി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരവിയത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ശരിക്കൊന്ന് ഒരു 2 മിനിറ്റോളം വഴറ്റാം. നമ്മുടെ തേങ്ങ ശരിക്കും വഴന്നിട്ടുണ്ട്, എല്ലാം ശരിക്കും വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സ്വല്പം ഉപ്പ്. കപ്പയിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്, അത് വെള്ളം ഊറ്റി കളയുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതിന് ഈ കൂട്ടിന് ചെറിയ ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് ഇളക്കി കൊടുക്കാം. ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് കൂടി ഒന്ന് അടുപ്പത്ത് തന്നെ വെക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി. സ്പൈസി ആയിട്ടുള്ള നമ്മുടെ കപ്പ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.